കറ്റാർ വാഴയെക്കുറിച്ച് ആരും പറയാത്ത രണ്ടൊന്ന് രഹസ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കറ്റാർ വാഴ ഇതുപോലെ ഒരു കുളപ്പെടുത്ത് വലിയ ഇതുള്ളവർക്ക് വലുതെടുക്കാം. ഇത്ര ഒരു കഷ്ണം മതി. ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അരു രണ്ടും ചെത്തി കളഞ്ഞിട്ട് നടുവേ ഇങ്ങനെ രണ്ട് ഭാഗത്തും പൾപ്പ് കിട്ടത്തക്ക രീതിയിൽ മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നമ്മളെ കാലിലെ ഇത് കണ്ട ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ചൊറിയാണ്. പാദച്ചൊറി എന്നൊക്കെ പറയും, രക്തവാതത്തിൻ്റെ ഇതെന്നൊക്കെ പറയും. ഞാൻ ഒരു കണ്ടമാന ഓയിൻമെൻറ്റുകളൊക്കെ മാറി തേച്ചതാണ്. ഇപ്പോൾ ഞാൻ ഈ കറ്റാർ വാഴയാണ് ഇങ്ങനെ തേക്കുന്നത്. ഈ കാലിലെ ചുളിവുകളൊക്കെ മാറി, ഈ വ്രണങ്ങളെല്ലാം ഉണങ്ങി കാല് നല്ല സോഫ്റ്റായി. മറ്റത് പുറ്റി പിടിച്ചണക്കിരിക്കുകയായിരുന്നു. അത് ഈ പുറ്റിൽ ഒക്കെ മാറാം, ആ സോഫ്റ്റാവും കാല് നല്ല ഇത്. അതുപോലെ തന്നെ ഈ കാലിൽ കണ്ട ഇപ്പോൾ ഈ പുറ്റ് പിടിച്ച കണക്കിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ? കാണുമ്പോൾ അറിയാമല്ലോ. അതൊക്കെ ഇങ്ങനെ ഞാൻ തേക്കാറുണ്ട്. ദിവസേന തേച്ച് കഴിഞ്ഞാൽ ആ ചൊറിയും വരത്തില്ല, ചൊറിഞ്ഞടരുന്നതാണിത്. ഒരുപാട് ഓയിൻമെൻറ്റുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിലെ ഈ ചുളിവുകൾ മാറ്റാൻ, ഈ ചുളിവ് ഭയങ്കര ഈ കയ്യിലും ഉണ്ടായിരുന്ന ഇതുപോലുള്ള പുറ്റുകൾ ചൊറിഞ്ഞ് വികൃതമായിരിക്കുന്ന എൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്നതൊക്കെ. ഇതുപോലെ എന്നും തേച്ച് കൊടുത്താൽ ഈ ചുളിവുകളൊക്കെ മാറി വെളുത്ത് നല്ല കൈയാകും. എന്നും രാവിലെയും വൈകിട്ടും തേച്ചാൽ മതി. നമുക്കത് പറ്റത്തില്ല, എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. പല കാര്യങ്ങളായിട്ട് കിടക്കുന്നവർക്ക് പിന്നെ പറ്റുന്നവർക്ക് ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു ഫേസ് വാഷാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്കവാറും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴതിന് ഈ ഇതുപോലെ പൾപ്പോടുകൂടി എടുത്ത് മുഖത്ത് ഇതുപോലെ ഉരച്ചുകൊണ്ടിരുന്നാൽ മതി. മുഖത്തെ ചുളിവുകളൊക്കെ മാറും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ കയ്യിൽ വെള്ളയിലെ തഴമ്പൊക്കെ പോകുന്നതിനും ഈ കറ്റാർ വാഴ ഉപയോഗിക്കാം. ഈ തേമ്പൽ, അതുപോലെയുള്ള ചെറിയ കുറ്റികൾ അതൊക്കെ മാറും. കറുപ്പ്, കണ്ണടിയിലെ കറുപ്പ്, മൂക്കിൻ്റെ ഇരുവശങ്ങളിലെയും കറുപ്പ്, ഇതൊക്കെ മാറും ഇതിങ്ങനെ തേച്ച് കൊണ്ടിരുന്ന. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു. ഇപ്പോൾ സോറി, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മളെ തലയിലെ താരനൊക്കെ പോകുന്നതാ ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. ഇതുപോലെ പൊളന്നെടുത്തത് ഇതുപോലെ തേച്ച് എല്ലാ ഭാഗവും ഇതുപോലെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ താരനും പേനും പുറ്റുപോലുള്ള താരനും ഒക്കെ, താരനും പല സൈസുണ്ട്. അതാളൊക്കെ അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഈ താരനൊക്കെ ഇതുപോലെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആഴ്ച 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് താരനൊക്കെ പോയി കിട്ടും. മുടി വളരാനും സഹായിക്കും. താളി പോലെ ഉപയോഗിക്കാം. അത് എണ്ണ തേക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് തേച്ചിട്ടിട്ട് പിന്നെ പതിവ് പോലെ എണ്ണ തേച്ച് 5-10 മിനിറ്റ് അവരവരുടെ സൗകര്യം പോലെ കുളിക്കാം. അപ്പോഴും വേണമെങ്കിലും കുളിക്കാം.